തൃപ്പൂണിത്തുറ പടക്ക സംഭരണശാലയിലെ സ്ഫോടന കേസിൽ അറസ്റ്റിലായവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രിയാണ് നാലുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ ഒരാൾ കൂടി ഇന്നലെ രാത്രി മരിച്ചു. പൊള്ളലേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ്. അല്ലമീനുണ്ട് വിവരങ്ങളുമായി. അല്ലമീൻ, ആദ്യം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ ചിലരുടെ ഗുരുതരമാണെന്ന് പറയുന്നു. ഒപ്പം ഇന്നിപ്പോൾ ഈ സംഭവത്തിൽ ഈ കേസിൽ അറസ്റ്റിലായവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, പരിക്കേറ്റവരിൽ രണ്ടുപേർ ഇന്നലെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. മറ്റു ചിലർ അത്ര ഗുരുതരമല്ലാത്ത സാരമല്ലാത്ത പരിക്കുകളുള്ള ആളുകൾ അവർ തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഇത് മാത്രമല്ല, ഈ പരിക്കേറ്റവരുടെയും അതുപോലെ തന്നെ ഗുരുതര പരിക്കേറ്റവർക്കും അടിയന്തരമായിട്ടുള്ള ചികിത്സ എല്ലാം നൽകുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതിന് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അതിന്റെ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിരുന്ന 4 പേരുടെ അറസ്റ്റ് ഇന്നലെ രാത്രി വൈകി പോലീസ് രേഖപ്പെടുത്തി. ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ തന്നെ പടക്ക നിർമ്മാണ തൊഴിലാളികളുമായിട്ടുള്ള 4 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. നരഹത്യ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മറ്റു പലർക്കെതിരെയും സംഘാടക സമിതിയിലെ ആളുകൾ ഉൾപ്പെടെ നിരവധി പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. പലരും ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അത് മാത്രമല്ല, ഈ അറസ്റ്റിലായ 4 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മരിച്ച 2 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്ന് നടക്കും. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. അതോടൊപ്പം ഈ അപകടം നടന്ന സ്ഥലത്ത് കൂടുതൽ പരിശോധന ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. ഏത് തരത്തിലുള്ള പടക്ക വസ്തുക്കളാണ് ഉപയോഗിച്ചത് എന്നതടക്കമുള്ളതിന്റെ സാമ്പിളുകൾ ഇന്നലെ തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഇന്ന് കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അതോടൊപ്പം ഇന്നലെ ഈ അപകടം പറ്റിയ കേടുപാടുകൾ പറ്റിയ വീടുകളുടെ കണക്കെടുപ്പ് ഇന്നലെ തന്നെ റവന്യൂ അധികൃതർ നടത്തിയിരുന്നു. അതിന്റെ കൃത്യമായ ഒരു കണക്കു വിവരവും ഇന്ന് പുറത്തു വന്നേക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.